ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ദോശ ബാക്കി വന്നാലും നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 5 ദോശയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെയൊക്കെ ദോശ എന്ന് പറയുന്നത് അരിയും ഉഴുന്നൊക്കെ അരച്ച് തലേ ദിവസം നമ്മൾ മാവ് കൂട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ചുടുന്ന ദോശയാണ് കേട്ടോ. ആ ദോശയാണ് ഞാൻ ഈ സ്നാക്ക് തയ്യാറാക്കാനായി എടുത്തത് കേട്ടോ. ഇനി ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ദോശ മുഴുവനും കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ ദോശയും പിച്ചി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കാണ്ട് ചെയ്യണത്. അരച്ചെടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ മാവ് മുഴുവനും ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ദോശയിൽ ഓൾറെഡി ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി എന്നിവ ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മുളക് പൊടി നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമുക്കിതിലെ കട്ടകളൊക്കെ ഉടച്ചെടുത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ സ്നാക്കിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് ദോശ വെച്ചിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. മാവ് നമുക്ക് ഈ രീതിയിൽ കിട്ടുന്നത് വരെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഞാനിത് നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ചായിട്ട് മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം വേവിച്ചെടുക്കുക കേട്ടോ. എന്നാലും നമുക്ക് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പക്കവട റെഡിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മൾ ബാക്കി വന്ന ദോശ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്